രാജ, സാറിന്റെ റൂമിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇരിക്കടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ട് വിശേഷം? നമ്മുടെ വാർഷികത്തിന്റെ ഒരു നമ്മുടെ കലാപരിപാടിയുടെ റിഹേഴ്സലൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പിള്ളേര്. പിന്നെ ഇപ്രാവശ്യത്തെ ജില്ലാ കലോത്സവത്തിന്റെ ട്രോഫി നമുക്ക് ആയിരിക്കണം. ഗ്രൂപ്പ് ഡാൻസ് എന്തായാലും സാർ നമുക്ക് ഉറപ്പാ. പിന്നെ എനിക്ക് വേറൊരു പ്രതീക്ഷയുള്ളത്, പുതിയ പിള്ളേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഭരതനാട്യം, കഥാപ്രസംഗം. അപ്പൊ അതിലും നമ്മൾ ട്രോഫി ഉറപ്പിക്കാം. എത്ര റിസ്ക് എടുത്താലും ശരി തന്നെ നമുക്ക് ഇപ്രാവശ്യം ആ ട്രോഫി വാങ്ങിക്കണം. തീർച്ചയായും. ഇതേ നമ്മുടെ 5A മീനമോള് വരച്ച ചിത്രമാണ് കേട്ടോ. സാർ ഇതൊന്ന് നോക്കിയേ. സാർ, ഞാൻ എല്ലാരോടും അവരുടെ ഫാമിലി ട്രീ ആണ് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ നീനമോൾ വരച്ചത് ഇങ്ങനെയാണ്. ഈ കുട്ടിയുടെ ഫാദറിന്റെ പേരെന്തുവാ? സാറിന് അറിയാം, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രേംശങ്കർ, അദ്ദേഹത്തിന്റെ മകളാ. അതേ വലിയ സാംസ്കാരിക നായകനൊക്കെ ആയിരുന്നല്ലോ അല്ലേ? സാർ പറ്റുമെങ്കിൽ സാർ എന്തായാലും അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിക്കണം. ഇതിന്റെ സീരിയസ്നെസ് എത്രയാണെന്ന് അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. അല്ല, PTA മീറ്റിങ്ങിന് എപ്പോഴും അമ്മയല്ലേ വരുന്നേ? അതെ. ശരിയാ, പലതവണ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചതാണല്ലോ. അപ്പോഴെല്ലാം അദ്ദേഹം വലിയ തിരക്കില്ല. പിന്നെ കുട്ടിയുടെ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു? അമ്മയെ വിളിച്ചായിരുന്നു. പ്രേംശങ്കർ സാറിന്റെ ഫോൺ നമ്പർ ഞാൻ മേഡത്തോടെ ചോദിച്ചത്. മേഡം ആ നമ്പർ എനിക്ക് തരുകയും ചെയ്തു. പക്ഷെ വിളിച്ചപ്പോ മേഡം എന്നോട് ചോദിച്ചത് പിരിവിന് വല്ലതും ആണോന്ന്. സ്കൂളിൽ ഇന്ന് രക്ഷകർത്താവിനെ വിളിച്ചാല് അവർ ധരിക്കുന്നത് പിരിവിനാണ്. പ്രേംശങ്കർ സാർ സ്ഥലത്തുണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടെന്ന് മറുപടി പറയുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. 3 മണിക്ക് വരാൻ പറയാം. പിന്നെ അദ്ദേഹം വരുമ്പോഴേ ടീച്ചറോട് വരണം. ആ കുഞ്ഞിനെ കൂടെ വിളിച്ചിട്ട് വരണം കേട്ടോ. സാർ, പ്രേംശങ്കർ സാറിന്റെ നമ്പർ ഞാൻ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ? ശരി സാർ. മീറ്റിംഗ് ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റാണ് ഇത്. ഡെലിഗേഷന്റെ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ ക്ലബുകളെ ലിസ്റ്റ് ഇല്ലല്ലോ. ഇതാ, ഇതില് എല്ലാവരുടെയും ഫോൺ നമ്പറും അഡ്രസ്സും ഉണ്ട്. പ്രോഗ്രാം നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം അവരെല്ലാം ഒന്ന് വിളിച്ചു പറയും കൂടെ വേണം. അത് ഞങ്ങൾ ചെയ്തോളാം. മിനിസ്റ്റർ വിളിക്കുന്ന കാര്യം എന്തായി? നാളെ രാവിലെ 8 മണിക്ക് നമുക്ക് പോയാലോ? ഞാൻ PA വിളിച്ചിരുന്നു. മിനിസ്റ്റർ സ്ഥലത്തുണ്ടെന്നാണ് അറിഞ്ഞത്. രാവിലെ തന്നെ പോയാലോ? ഫോൺ എന്തിനാ കട്ട് ചെയ്ത്? മോള് വിളിക്കുന്ന സ്കൂളിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഫണ്ട് പിരിവിനായിരിക്കും. ഫോൺ എടുക്ക്. സാറേ, ഞാൻ അല്പം തിരക്കിലാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വൈഫിനെ വിളിച്ചോണ്ടാ മതി. എനിക്ക് താങ്കളോട് സംസാരിക്കണ്ടേ? ഇന്ന് 3 മണിക്ക് നിങ്ങൾ സ്കൂളിൽ വരണം. സോറി സാർ, എനിക്ക് തിരക്കുണ്ട്. നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഇന്ന് 3 മണിക്ക് നിങ്ങൾ സ്കൂളിൽ വരണം. ഒരു രക്ഷകർത്താവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചാല് ഫണ്ട് പിരിവിന് മാത്രമാണോ? അതെന്താ നിങ്ങള് പറഞ്ഞു പോന്നെ? ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. മോള് പഠിക്കുന്ന സ്കൂളിൽ അത്യാവശ്യമായി കാണണമെന്നാണ്. ഇന്ന് 3 മണിക്ക് തന്നെ സ്കൂളിൽ എത്തണം എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും അത്യാവശ്യം കൊണ്ടായിരിക്കുമല്ലോ സാറേ വിളിക്കുന്നത്. പിരിവിനല്ലോ ആയിരിക്കും. പിന്നെ അല്ലാതെ എന്ത് കാര്യം പറയാനാണ്? മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5th തോന്നുന്നു. അതും സാറിന് ഉറപ്പില്ലേ? സത്യത്തിൽ ഞാൻ അതിലൊന്നും ഇടപാടില്ല. വൈഫാണ് ഇതെല്ലാം നോക്കുന്നത്. മോള് 5ാം ക്ലാസ്സിലേ ആയുള്ളൂ. ലേറ്റ് മാരേജ് അല്ലായിരുന്നു. കുറെ വർഷം കഴിഞ്ഞ് ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടായത്. സ്കൂളിൽ നിന്ന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും. സാധാരണഗതിയിൽ വൈഫിനെയാണ് ബന്ധപ്പെടാറുള്ളത്. തീർച്ചയായും ഇതൊക്കെ പിരിവിന് തന്നെ ആയിരിക്കും. എന്തായിരുന്നാലും പോണം. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. നാളെ രാവിലെ കാണാം.
ഞാൻ വിളിക്കാം. ഓക്കെ. പ്രിൻസിപ്പൽ സാർ ഉണ്ടോ അകത്ത്? ഉണ്ടല്ലോ. ആര് വന്നു പറയണം? നീനമ്മളുടെ അച്ഛൻ വന്നു എന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. സാർ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പ്രേംശങ്കർ, നീനുമോളുടെ അച്ഛനാണ്. 3 മണിക്ക് വരാൻ പറഞ്ഞു. 3 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു യാത്ര പോകാൻ, ഇരിക്കാൻ സമയമില്ല. സാറ് വരണമെന്ന് പറഞ്ഞത്. ഇത് നീനാമ്മയുടെ ഒപ്പയാ. നോക്കാൻ സാർ വിളിപ്പിച്ച കാര്യം എന്താണ് പറഞ്ഞെങ്കിൽ? താങ്കളെ വലിയ തിരക്കുള്ള കാണുന്നു. എന്തായാലും സാറിന്റെ മകൾക്ക് വേണ്ടി 10 മിനിറ്റ് വിടുന്ന. ഇത് സാറിന്റെ മകൾ വരച്ച പടമാണ്. കൊള്ളാമല്ലോ, നന്നായി വരച്ചിട്ടുണ്ടല്ലോ. ഇത് കാണിക്കാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇത് വീട്ടിൽ കൊടുത്തു വിട്ടാ പോരായിരുന്നോ? ഇതിനൊക്കെ എന്തിനാണ് സാറേ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? സാറേ, ആ ചിത്രത്തിന്റെ ടൈറ്റിൽ ഒന്ന് വായിച്ചായിരുന്നോ? മൈ ഫാമിലി. ഇത് കൊള്ളാമല്ലോ. അവൾ ഇത്രയ്ക്ക് നല്ലപോലെ വരയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാർ, ഞാൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ഫാമിലി ട്രീ വരച്ചോണ്ട് വരാൻ പറഞ്ഞു. സാറിന്റെ മകള് വരച്ച ചിത്രമായത് ഫാമിലിയുടെ. അവൾ ഇത്ര മിടുക്കിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരു പക്ഷേ വൈഫിന് അറിയാമായിരിക്കും. സാറിന്റെ മകള് വരച്ച അവളുടെ ഫാമിലി പടമാണ്. അതിൽ ആരൊക്കെ ഉണ്ടെന്നോ? നീനമോളും മദറും. എന്ന് പറഞ്ഞാലേ അവളുടെ ഫാമിലിയിൽ അവളുടെ പപ്പ ഇല്ല, അതായത് താങ്കളില്ല എന്ന് ഞാൻ മോളോട് ചോദിച്ചെന്നിട്ട് മോളുടെ ഫാമിലിയിൽ പപ്പയെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ മോള് പറഞ്ഞു എന്താന്നറിയോ സാറിന്, പപ്പ ഫാമിലി മെമ്പർ അല്ല എന്ന്. അവളുടെ മനസ്സില് പപ്പയില്ല. അത് ഞാൻ മോളോട് വിശദമായിട്ട് സംസാരിച്ചു. അവള് പപ്പയെ കാണാറ് പോലും ഇല്ലെന്നാ പറഞ്ഞത്. അവളോടൊന്ന് സംസാരിക്കാനോ കളിക്കാനോ കൂട്ടുകൂടാനോ കഥ പറയാനോ പോലും ഇല്ല എന്നാ കുഞ്ഞിന്റെ വിഷമം. എന്റെ തിരക്ക് കാരണമാണ്. എന്ത് തിരക്ക് സാറേ? സ്വന്തം മകളുടെ മനസ്സിൽ ഇടമില്ലാത്ത താങ്കൾ ഇനി എന്തിനാ ഇത്രയും തിരക്കിട്ട് പോകുന്നത്? നിങ്ങൾ കുഞ്ഞിന്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിക്കും. ഈ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് പല കഥകൾ പറയും. അത് കേൾക്കാനുള്ള താല്പര്യം മാതാപിതാക്കൾ. ആ കുഞ്ഞു നോക്കി എന്തോ ഒരു സന്തോഷമായിരുന്നു. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു സാർ. നിങ്ങൾക്ക് ആ ഒരു മകളിലേ ഉള്ളൂ. അവൾക്ക് ആ വീട്ടിൽ സംസാരിക്കാൻ വേറെ ആരാണ്? ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയും ശൂന്യത ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒറ്റപ്പെട്ട് വളരുന്ന കുടുംബത്തിലെ കുട്ടികളാണ് ഈ സന്തോഷങ്ങൾക്ക് വേണ്ടി ഈ ലഹരിയുടെ പറയുന്നത്. മോള് പലപ്പോഴും ക്ലാസ്സിൽ ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കാറ്. ഞാൻ ഒരുപാട് തവണ കുഞ്ഞിനോട് ചോദിച്ചിട്ടുണ്ട്. സോറി സാർ, എനിക്ക് എന്റെ മകളെ ഒന്ന് കാണുന്നു. ഇവിടെ തന്നെ ഉണ്ട് സാർ.
കരയല്ലേ മക്കളെ. ഇല്ല പപ്പ. നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷം. ഇനി മുതലേ അവൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ, അവളോടൊപ്പം കളിക്കുന്നു, കഥ പറഞ്ഞു പാർക്കിലൊക്കെ കൊണ്ടുപോകാം, നല്ലൊരു പ്രൊട്ടക്ഷൻ. വളരെ നന്ദിയുണ്ട് സാർ രണ്ടുപേരോട് എന്റെ തെറ്റുകൾ മനസ്സിലാക്കി തന്നത്. വാ മോളെ, നമുക്ക് പോകാം. മോളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. എന്താ നീന മോളെ, സന്തോഷമായില്ലേ? സാറേ, ഒരു കാര്യം കൂടി. 3 മാസം കഴിഞ്ഞ് അവളോട് ഫാമിലി ട്രീ വരയ്ക്കാൻ ഞങ്ങൾ പറയും. അപ്പോഴവിടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും ഗോഡ് ബ്ലസ് യു. ഇത് തിരക്കുള്ള എല്ലാ രക്ഷാകർത്താക്കൾക്കും ഇതൊരു പാഠമാണ്.